40 വർഷക്കാലത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെ പാർട്ടിയായിട്ട് അന്തരിച്ച സഖാവ് പി രാജുമായിട്ട് 6 പതിറ്റാണ്ട് കാലത്തെ ബന്ധം എനിക്കുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിൽ ആദ്യം പരിപാടിക്ക് വരുന്നത് CT സേവ്യർ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. ഞാൻ അവസാനം വന്നത് രാജു ജില്ലാ സെക്രട്ടറി. ഇതിനിടയിൽ മുരളി ജില്ലാ സെക്രട്ടറി ആയി. മുണ്ടക്കെ സദാശിവൻ ജില്ലാ സെക്രട്ടറി ആയി. ഈ ജില്ലാ സെക്രട്ടറിമാരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധാരാളം സംഭാവന ചെയ്ത ഒരു ജില്ലാ സെക്രട്ടറിയാണ് രാജു. ജില്ലയിൽ നിറഞ്ഞു നിന്ന CPIയുടെ ഒരു മുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയായ ചില അപശബ്ദങ്ങൾ ഞാനും കേട്ടു. അതൊന്നും അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. രാജു പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു, പാർട്ടിയെ സ്നേഹിച്ചു, പാർട്ടിക്ക് നൽകാവുന്ന കഴിയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകാരവും രാജുവിന് കൊടുത്തിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ അങ്ങനെ ഇപ്പോൾ പരിഗണന എന്ന് പറഞ്ഞാൽ 2 തവണ MLA ആയി, 3 തവണ ജില്ലാ സെക്രട്ടറി ആയി, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. അതൊക്കെ ഒരു വലിയ എറണാകുളത്തൊരു വലിയ അംഗീകാരമാണ്. മറ്റാർക്കും കിട്ടാത്തൊരു അംഗീകാരമാണത്. അതിൽ കൂടുതൽ അംഗീകാരം രാജുവും ആഗ്രഹിച്ചില്ല. പിന്നെ ഇപ്പോൾ രോഗിയായി, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായി. പാർട്ടി നടപടിയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി നടപടികളെല്ലാം ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അതിലൊന്നും വലിയ ദുഃഖവും പ്രയാസമൊന്നുമില്ല. അത് തെറ്റുകൾ കണ്ട പാർട്ടി പറയും, ഞങ്ങൾ തിരുത്തും പോകും. വെള്ളം ചവിട്ടും കരാണപ്പം പോകുമെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. കുടുംബത്തിൻ്റെ ഒരു നിലപാട് പാർട്ടി ഓഫീസിലേക്ക് പോലും ശരീരം കൊണ്ടുപോകണ്ട എന്ന് പറയത്തക്ക കുടുംബത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് പാർട്ടിയിലെ ചില ആളുകളാണ് എന്നൊരു വിമർശനം വളരെ ശക്തമായി കുടുംബത്തിലുണ്ട്. ഇവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. ആ തരത്തിലുണ്ടോ? അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അത് വലിയ ഒരു ഗൗരവമായിട്ടുള്ളൊരു കാര്യമല്ല. നീ ഏഷ്യനെറ്റുകാരൻ, നീ നന്നായിട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ കാണുന്നുണ്ട്. അത് യാദർച്ഛികമായ ഒരു ധാരണകളാണ്. അത് ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ച് അതൊക്കെ തീർന്നു. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്താനുള്ള എല്ലാ അവകാശവും രാജുവിൻ്റെ ബന്ധക്കാർക്കുള്ളതാണ്, കുടുംബത്തിനുള്ളതാണ്. അവരത് നടത്തട്ടെ. പാർട്ടി സഹകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പാർട്ടി സഹകരിക്കും. അങ്ങനെയാണല്ലോ ഞാൻ വന്നത്. ഞാൻ ഈ പ്രായത്തിൽ ട്രിവാൻഡ്രത്ത് വണ്ടി ഓടിച്ച് ഇവിടെ എത്തണമെങ്കിൽ അങ്ങനെയുള്ള പാർട്ടിക്കാരെല്ലാം ഇവിടെ ഉണ്ട്. സർവ്വ പാർട്ടി നേതാക്കന്മാരും. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള കുറച്ചുപേരില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ അത്ര നന്നായിട്ട് ശ്രദ്ധിക്കുന്നതിന് നന്ദിയുണ്ട്. ഞാൻ അയാളെ ചോദിച്ച എൻ്റെ മുമ്പിൽ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും രാജുവാണ്. അപ്പോൾ രാജു പോയി. പിന്നെ പകരം വന്ന ജില്ലാ സെക്രട്ടറി ഇവിടെ വരേണ്ടത് അയാളുടെ ചുമതല. വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യം കാണും. അത് ചെറിയ കാര്യമാണ്.